ഓക്കെ സ്റ്റാർട്ട് ആക്ഷൻ. ഹേ ഗായ്സ്, ഐ ആം നീത. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് ഒരു പബ്ലിക് ഒപ്പീനിയൻ എടുക്കാനായിട്ടാണ്. ഒന്നുമില്ല, ഈ ബോയ്സ് ഒരു ടൈം കഴിയുമ്പോൾ അവർ അച്ഛനുമായിട്ട് കുറച്ച് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാറുണ്ട്. അതിനെക്കുറിച്ച് എന്താണ് ഇവരുടെ അഭിപ്രായം എന്നുള്ളത് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. ഫോളോ. ഹായ് ചേട്ടാ, ഞങ്ങളൊരു യൂട്യൂബ് ചാനലിനായിരുന്നു ഒരു പബ്ലിക് ഒപ്പീനിയൻ എടുക്കാനായിട്ട് വന്നതായിരുന്നു. ചേട്ടൻ്റെ അടുത്തൊരു ചോദ്യം ചോദിച്ചോളൂ. ചേട്ടൻ എന്താണ് ചേട്ടൻ അച്ഛനെ അവസാനമായിട്ടൊന്ന് ഹഗ് ചെയ്തത്? എന്റെ ശരിക്കും ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 10ാം വയസ്സിലായിരിക്കും തോന്നുന്നുണ്ട് എനിക്ക്. ചേട്ടന്റെ 10ാമത്തെ വയസ്സിലാണ് അച്ഛനെ അവസാനമായിട്ട് ഹഗ് ചെയ്തത്. അതിന് ശേഷം അടുത്തൊന്നും ഉണ്ടായിട്ടില്ല. ഓക്കെ. ഹായ് ബ്രോ, ഇതൊരു യൂട്യൂബ് ചാനലിനായിരുന്നു, റീൽ ടെക്സ്. ഒന്നുമില്ല, ഇന്ന് നമ്മളൊരു പബ്ലിക് ഒപ്പീനിയൻ എടുക്കാനായിട്ട് വന്നേക്കായിരുന്നു. എന്നാണ് ചേട്ടന്മാർ അവസാനമായിട്ട് അച്ഛനൊന്ന് ഹഗ് ചെയ്തത്? അങ്ങനെ ഇപ്പൊ ചോദിച്ചാല് കറക്റ്റ് ആയിട്ടൊന്നും വളരെ ചെറുപ്പത്തിലോ. താങ്ക് യു. ഇത് അവിടെ 2 ചേട്ടന്മാരിരിക്കുന്നത്, നമുക്ക് അവരുടെ അടുത്തൊന്ന് ചോദിച്ചു. എന്നാണ് ചേട്ടന്മാർ അച്ഛനെ അവസാനമായിട്ടൊന്ന് ഹഗ് ചെയ്തത്? നമ്മൾ അച്ഛനൊക്കെ സ്നേഹിക്കുമ്പോൾ നമ്മള് സ്വാഭാവികമായിട്ട് അച്ഛനും അമ്മേനൊക്കെ ഒന്ന് ഹഗ് ചെയ്യുക, കിസ്സൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്യില്ലേ? മിഷൻ ഫെയിൽഡ്. ടാസ്കില് കുറച്ച് പാടാണ്, ഉണ്ടാവാൻ ചാൻസ് വളരെ കുറവാണ്. ഒരു തവണയെങ്കിലും ഹഗ് ചെയ്യാണ്ടിരിക്കും. കുറെ മുമ്പാണ്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എത്രാമത്തെ ഏജിലായിരിക്കും? എത്രാമത്തെ ഏജിലാന്ന് വെച്ച് കഴിഞ്ഞാല് കുറച്ച് മുമ്പാണ് ഏതായാലും. അപ്പൊ ഓക്കെ, ബൈ, താങ്ക് യു. എന്താ അവിടെ വേറൊരു ചേട്ടൻ, നമുക്ക് ആ ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചു നോക്കാം. ഹായ് ബ്രോ, ഞങ്ങളൊരു യൂട്യൂബ് ചാനലിനായിരുന്നു, ഒരു ചോദ്യം ചോദിച്ചോട്ടെ. ചേട്ടൻ അച്ഛൻ എന്നാണ് അവസാനമായിട്ട് ഒന്ന് ഹഗ് ചെയ്തത്? ചേട്ടാ, ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ? അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. ഞാൻ ഇവിടെ കിടന്ന് അടി ഉണ്ടാക്കണാണോ അതോ ഇവിടുന്ന് ഫുഡ് കഴിക്കണാണോ പ്രശ്നം? നേരത്തിന് വന്നിരുന്ന് വെട്ടി വിഴുങ്ങുന്നതിന് യാതൊരു കുഴപ്പമില്ല. ഇന്നലെ അങ്ങാടിയിൽ എന്തോ ഒരു ഇഷ്യൂസ് നടന്നു എന്ന് കേട്ടല്ലോ. എന്നോടാണ് ചോദിക്കുന്നത്. ഞാൻ ഇവിടെ കിടന്ന് അടി ഉണ്ടാക്കണാണോ അതോ ഇവിടുന്ന് ഫുഡ് കഴിക്കണാണോ പ്രശ്നം? വാതിൽ തുറക്കടാ, എന്നോടാണ് പറയുന്നത്. അല്ലെങ്കിലും എന്നെ കൊണ്ടൊന്നും ഒരു ഉപകാരം ഈ വീട്ടിലേക്ക് ഉണ്ടായിട്ടില്ല. പഠിക്കാൻ വിട്ട് കുറെ പൈസ അങ്ങനെയും പോയി. വെറുതെ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ ഒരു ജന്മം. ഹലോ, ആ പറടാ. ഏട്ടാ, എവിടെയാണ്? വീട്ടിൽ നിന്ന് ആരെയും വിളിച്ചിരുന്നു? ആകെ നാണക്കേട് കേസാ. അമ്മ പ്രഗ്നൻ്റ് ആണ്. ഈ വയസ്സാം കാലത്ത് അച്ഛൻ ഇത് എന്ത് പണിയെ കാണിച്ചു?
ആൾക്കാരെ മുഖത്ത് നോക്കണ്ടേ? അത് നമ്മളെ പറ്റിയൊന്ന് ഓർക്കണ്ടേ? അച്ഛാ